നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ എന്തോ പ്രശ്നമുണ്ട് അല്ലേ ദർശനെ? ആവോ, എനിക്കറിയില്ല. ഇപ്പൊ ചേട്ടൻ മനസ്സിൽ എന്തൊക്കെയാ കണക്ക് കൂട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതൊക്കെ ചോദിക്കാനും അറിയാനോ എനിക്കെന്താ അവകാശമുള്ളത്? എന്താ ദർശനെ ഇങ്ങനെയൊക്കെ പറയുന്ന? പിന്നെ എങ്ങനെ പറയണം? ചേട്ടൻ ചെയ്തതിന് ദർശനെ മതി. ആ എന്താ ഇവിടെ ഒരു ബഹളം? ശബ്ദം അങ്ങ് താഴെ കേൾക്കാലോ. ഏയ്, കാന്താരിക്ക് വഴക്കൂടാൻ ഒരു കാരണം കിട്ടിയാൽ മതിയല്ലോ. ആ മോളെ, ആ നോട്ട്ബുക്കിൽ നിന്നൊരു പേജിങ് കീറിത്താ. പിന്നെ ആ പേനയും കൂടെ. എന്തിനാടാ? കൈലാഷ് സാറ് കമ്പനിയുടെ പെർഫോമൻസ് ഇനിയും നന്നാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് എല്ലാ തൊഴിലാളികളോടും എഴുതി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ആളല്ലേ, എന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? നീ കമ്പനിയിൽ നിന്ന് വിട്ടുപോയിന്ന് കരുതി കൈലാഷ് സാർ നിന്നെ മറന്നിട്ടൊന്നുമില്ല. എഴുതി കൊടുക്ക് പ്രിയൻ ചേട്ടാ, ഇല്ലെങ്കിൽ കൈലാഷ് സാറിന് വിഷമാവും. ശരി. നീ എന്നെ അറിയിക്കാതെ രാജ്യം വിടാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? ഈ കത്തിപ്പഴേ പാറുവിനെ കാണിച്ച കൈ അക്ഷരം വെച്ച് ഇവനാണ് ഗന്ധർവനെന്ന് പാറു കണ്ടുപിടിക്കും. പിന്നെ നിന്നെ എങ്ങോട്ടും പോവാൻ അവള് സമ്മതിക്കില്ലടാ. നീ എഴുത്. നീ എന്താ എഴുതിയെന്ന് ഞാനൊന്ന് വായിക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട, പാറു വായിക്കട്ടെ അല്ലേ? വേണ്ട, പാറു വായിക്കണ്ട. അവള് വായിച്ച എന്താ കുഴപ്പം? കമ്പനിയുടെ അവസ്ഥയെ പറ്റി നിനക്കെന്താണ് പറയാനുള്ളതെന്ന് അവളും അറിയട്ടെ. അതെ, ഞാൻ വായിച്ചാൽ എന്താ കുഴപ്പം? അതിന് പാറുവിൽ നിന്ന് ചേട്ടൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? നീ ആവശ്യമില്ലാത്ത ഓരോന്നും സങ്കല്പിക്കണ്ട. ഞാനിതില് കരുണാകരൻ സാറിനെ കുറച്ച് ചീത്ത പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതൊന്നും പാറുവിന് വായിക്കാൻ പറ്റിയതല്ല. പാറു ദർശനയുടെ കൂടെ താഴേക്ക് ചെല്ലേ. ഞങ്ങള് കേൾക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ സംസാരിക്കാനാണെന്ന് മനസ്സിലായി. സാരമില്ല, വാ ദർശനെ. ബാ പാറു. നീ എന്ത് പണിയാ കാണിച്ചത്? ഈ കത്ത് വായിച്ച എന്റെ കൈയക്ഷരം കണ്ട് ഞാനാണ് ഗന്ധർവനെന്ന് പാറു മനസ്സിലാക്കില്ലേ? നീ പാറുവിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു കാണും. പക്ഷേ ഈ കത്ത് കൈലാസ് സാറിനെ ഏൽപ്പിച്ച് നീയാണ് ഗന്ധർവനെന്ന് അദ്ദേഹത്തെ ഞാൻ അറിയിക്കും. അതോടെ അദ്ദേഹം പാറുവിന്റെയും നിന്റെയും ഇടയിൽ നിന്നും മാറി നിൽക്കും. നീയും പാറുവും ഒരുമിച്ച പിന്നെ നീ ഒരിക്കലും ഞങ്ങളെ വിട്ട് പോവില്ല. എന്താടാ ആലോചിച്ച് നിൽക്കുന്നേ? ഒന്നുമില്ല. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നീ എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നേ? 9 മണിക്ക് കടകൾ അടക്കില്ലേ? അതിനു മുമ്പ് വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങണം. നാളെ കാണാടാ. ശരി. ഇവന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഇനി ഇവനെന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? സാറേ, ഇതാ സാറ് ചോദിച്ച ലെറ്റർ.
പ്രിയന് സംശയമൊന്നും തോന്നിയില്ലല്ലോ? ഏ